നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. BRP കാലാവധി കഴിഞ്ഞാൽ 2024 ഡിസംബർ 31 BRP അഥവാ ബയോമെട്രിക് റെസിഡൻസ് പെർമിറ്റിന്റെ കാലാവധി അവസാനിക്കുന്നതായി ഹോം ഓഫീസ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. അതിനുശേഷം ഈ വിസകളായിരിക്കും പ്രാബല്യത്തിൽ കൊണ്ടുവരിക എന്നും അറിയിച്ചിരുന്നു. നിങ്ങളുടെ ഇമിഗ്രേഷൻ സ്റ്റാറ്റസിന്റെ ഓൺലൈൻ റെക്കോർഡാണ് ഈ വിസ. ഇത് കാലഹരണപ്പെട്ടതിന് ശേഷം UK താമസിക്കാൻ അനുമതിയുണ്ടെങ്കിൽ ഈ വിസ ആക്ടിവേറ്റ് ചെയ്ത് അതിലേക്ക് മാറേണ്ടത് ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്വമാണ്. കൂടാതെ കാലാവധി കഴിഞ്ഞ BRP സൂക്ഷിച്ചു വയ്ക്കുകയും വേണം. 2025 മാർച്ച് 31 വരെ UK യാത്ര ചെയ്യാൻ കാലഹരണപ്പെട്ട BRP ഉപയോഗിക്കാൻ കഴിയും. ഷെയർ കോഡ് ലഭ്യമാകണമെങ്കിൽ ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് പ്രോ ചെയ്യേണ്ടി വരും. ഷെയർ കോഡിന്റെ വാലിഡിറ്റി 90 ദിവസത്തേക്കാണ്. 1971 എമിഗ്രേഷൻ ആക്ട് സെക്ഷൻ 3C പ്രകാരം ബയോമെട്രിക് റെസിഡൻസ് പെർമിറ്റ് കാലഹരണപ്പെടുന്നതിന് മുൻപ് സാധുവായ വിസ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ പുതിയ അപേക്ഷയിൽ തീരുമാനം എടുക്കുന്നതുവരെ അഡ്മിനിസ്ട്രേറ്റീവ് അവലോകനത്തിനുള്ള അവകാശം നിങ്ങളുടെ ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് സ്വയമേവ നീട്ടപ്പെടും. ഹോം ഓഫീസിൽ നിന്നുള്ള ഇമെയിൽ സ്ഥിരീകരണം അപേക്ഷ ലഭിച്ചുവെന്നും അത് പ്രോസസ്സ് ചെയ്തു വരികയാണെന്നും സൂചിപ്പിക്കുന്നു. ജോലി ചെയ്യാനോ വാടകയ്ക്കെടുക്കാനോ യാത്ര ചെയ്യാനോ ഉള്ള അവകാശം തെളിയിക്കണമെങ്കിൽ UKVI റൈറ്റ് ടു വർക്ക് അല്ലെങ്കിൽ റെന്റ് ചെക്ക് സേവനം ഉപയോഗിക്കാനോ ഹോം ഓഫീസിൽ നിന്ന് ലെറ്റർ ഓഫ് പെർമിഷൻ അഭ്യർത്ഥിക്കാനോ കഴിഞ്ഞേക്കും. മലയാളി യുവാവ് UK അന്തരിച്ചു. ഇംഗ്ലണ്ടിലെ ഐൽ ഓഫ് വൈറ്റ് ദ്വീപിൽ മലയാളി യുവാവ് അന്തരിച്ചു. ആലപ്പുഴ ജില്ലയിലെ കായംകുളം സ്വദേശി റെവിൻ എബ്രഹാം ഫിലിപ്പാണ് മരിച്ചത്. 3 ദിവസം മുൻപ് പനിയെ തുടർന്ന് ചികിത്സ തേടിയിരുന്നു. ചികിത്സയിൽ തുടരവെയാണ് മരിച്ചത്. 2 വർഷം മുൻപാണ് റെവിൻ UK എത്തിയത്. സംസ്കാരം നാട്ടിൽ നടത്താനാണ് കുടുംബാംഗങ്ങളുടെ ആഗ്രഹം. ഇതിനായുള്ള ക്രമീകരണങ്ങൾ നടന്നു വരുന്നതായി ബന്ധുക്കൾ അറിയിച്ചു. ഇംഗ്ലണ്ടിൽ മോഷ്ടിച്ച ഫോണുകൾ കണ്ടെത്തുന്നതിന് പോലീസിന് കൂടുതൽ അധികാരങ്ങൾ നൽകാൻ നിയമനിർമ്മാണം. മോഷണം, തെരുവ് കുറ്റകൃത്യങ്ങൾ, സാമൂഹിക വിരുദ്ധ പെരുമാറ്റം എന്നിവ തടയുക എന്ന ലക്ഷ്യത്തോടെ UK സർക്കാർ ക്രൈം ആൻഡ് പോലീസിംഗ് ബില്ല് അവതരിപ്പിച്ചു. ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും പോലീസിന് മോഷ്ടിക്കപ്പെട്ട ഫോണുകൾ കണ്ടെത്തുന്നതിനായി കൂടുതൽ അധികാരങ്ങൾ നൽകുന്നതിന്റെ ഭാഗമായി മോഷ്ടിച്ച ഫോണുകൾക്കോ മറ്റ് ഇലക്ട്രോണിക് ജിയോ ടാഗ് ചെയ്ത വസ്തുക്കൾക്കോ വേണ്ടി തിരയുന്നതിന് വാറന്റ് ഇല്ലാതെ തന്നെ നിയമപാലകർക്ക് സാധിക്കും. പരാതി കിട്ടിയാൽ ഉടനെ തന്നെ നടപടി സ്വീകരിക്കാൻ ഇതുമൂലം പോലീസിന് സാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതുകൂടാതെ കുട്ടികളെ വിവിധ കുറ്റകൃത്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന സാമൂഹിക വിദഗ്ധർക്ക് 10 വർഷം വരെ തടവ് ലഭിക്കുന്ന നിയമനിർമ്മാണവും പരിഗണനയിലുണ്ട്. ചൊവ്വാഴ്ച പാർലമെന്റിൽ അവതരിപ്പിച്ച ബില്ല് ലേബറിന്റെ പൊതു തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന നിരവധി നടപടികൾ ഒരുമിച്ച് കൊണ്ടുവന്നു. സാമൂഹ്യ വിരുദ്ധമായി ഉപയോഗിക്കുന്ന ഓഫ് റോഡ് ബൈക്കുകളും സ്കൂട്ടറുകളും മുൻകൂർ മുന്നറിയിപ്പില്ലാതെ പിടിച്ചെടുക്കാൻ പോലീസിന് അധികാരം നൽകൽ ഉൾപ്പെടെയുള്ള നടപടികൾ ബില്ലിൽ അവതരിപ്പിച്ചു. NHS ഇംഗ്ലണ്ടിലെ ആയിരക്കണക്കിന് തൊഴിലുകൾ വെട്ടിക്കുറയ്ക്കാൻ വെസ്റ്റ്രീറ്റിംഗ്. അടുത്ത മാസം സംഘടനയുടെ ചീഫ് എക്സിക്യൂട്ടീവ് സ്ഥാനം ഒഴിയുകയാണെന്ന് അമാൻഡ പ്രിച്ചാർഡ് തിങ്കളാഴ്ച പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് ആരോഗ്യ സെക്രട്ടറിയുടെ പദ്ധതി. NHS ഇംഗ്ലണ്ടിൽ കാര്യമായ പരിഷ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചത്. അതിൽ ഏകദേശം 2000 സെൻട്രൽ മാനേജ്മെന്റ് തസ്തികകൾ കുറയ്ക്കുന്നത് ഉൾപ്പെടുന്നു. ആരോഗ്യ സേവനത്തിനുള്ളിലെ ഉദ്യോഗസ്ഥ കാര്യക്ഷമത ഇല്ലായ്മയെക്കുറിച്ചുള്ള ആശങ്കകൾ പരിഹരിക്കുന്നതിനും പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനും ഫണ്ട് സേവനങ്ങളിലേക്ക് പുനർവിന്യസിക്കുന്നതിനും ഈ നീക്കം ലക്ഷ്യമിടുന്നു. നിലവിൽ ന്യൂകാസിൽ അപ്പോൺ ടൈൻ ഹോസ്പിറ്റൽസ് NHS ട്രസ്റ്റിന്റെ ചീഫ് എക്സിക്യൂട്ടീവായ സർ ജിം മാക്കി 2025 ഏപ്രിൽ മുതൽ ഇടക്കാല ചീഫ് എക്സിക്യൂട്ടീവ് സ്ഥാനം ഏറ്റെടുക്കും. NHS ഇംഗ്ലണ്ട് വില കുറഞ്ഞ മരുന്നിലേക്ക് മാറിയതിനെ തുടർന്ന് MS രോഗികൾ ഗുരുതരമായ പാർശ്വഫലങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. 2024 ഏപ്രിൽ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് രോഗികളെ നിലവിലുള്ള മരുന്നായ ടൈസാബ്രിയിൽ നിന്ന് അതിൻ്റെ ബയോസിമിലർ പ്രതിരൂപമായ ടൈറുക്കോയിലേക്ക് മാറുന്നതിനുള്ള ചെലവ് ലാഭിക്കൽ നടപടി NHS ഇംഗ്ലണ്ട് ആരംഭിച്ചു. 5 വർഷത്തിനുള്ളിൽ £1 ബില്യൺ ലാഭിക്കാനാണ് ഈ നീക്കം ലക്ഷ്യമിട്ടത്. എന്നിരുന്നാലും മാറ്റത്തെ തുടർന്ന് നിരവധി രോഗികൾ ഗുരുതരമായ പാർശ്വഫലങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ലണ്ടനിലെ ചാരിങ് ക്രോസ് ആശുപത്രിയിലെ ഏകദേശം 170 രോഗികൾക്ക് മൊബിലിറ്റി ഇഷ്യൂ, ക്ഷീണം, വേദന, പെട്ടെന്നുള്ള ശരീരഭാരം തുടങ്ങിയ സങ്കീർണതകൾ അനുഭവപ്പെട്ടു. ഇംഗ്ലണ്ടിലുടനീളമുള്ള മറ്റ് ആശുപത്രികളിൽ നിന്നും സമാനമായ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. NHS ഇംഗ്ലണ്ട്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ, മെഡിസിൻസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രോഡക്ട്സ് റെഗുലേറ്ററി ഏജൻസി എന്നിവയുമായി ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണ്. വരാനിരിക്കുന്ന സാമ്പത്തിക പ്രത്യാഘാതങ്ങളെക്കുറിച്ച് മാർട്ടിൻ ലൂയിസ് മുന്നറിയിപ്പ് നൽകുന്നു. വിവിധ സേവനങ്ങളിലെ വരാനിരിക്കുന്ന വിലവർദ്ധനവ് കാരണം 2025 ഏപ്രിൽ 1 മുതൽ UK ദശലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് വർദ്ധിച്ച ചെലവുകൾ നേരിടേണ്ടി വരുമെന്ന് സാമ്പത്തിക വിദഗ്ധൻ മാർട്ടിൻ ലൂയിസ് മുന്നറിയിപ്പ് നൽകി. നിരവധി ബ്രോഡ്ബാൻഡ് മൊബൈൽ ദാതാക്കൾ കരാർ കാലയളവിനുള്ളിൽ വിലവർദ്ധനവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏപ്രിൽ മുതൽ വീടുകളുടെ വൈദ്യുതി ബില്ലുകളിൽ 6.4% വർദ്ധിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.
കുറഞ്ഞ വരുമാനമുള്ളവർക്കും ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവർക്കും വൈദ്യുതി ബില്ലിൽ ഒറ്റത്തവണ 150 പൗണ്ട് കിഴിവായ വാം ഹോം ഡിസ്കൗണ്ട് ഈ പദ്ധതി നൽകുന്നു. വെയിൽസിൽ 300-ലധികം കേരളത്തിൽ നിന്നുള്ള നഴ്സുമാരും ഡോക്ടർമാരും ജോലിയിൽ പ്രവേശിച്ചു. ആരോഗ്യ മേഖലയിലെ തൊഴിൽക്ഷാമം പരിഹരിക്കുന്നതിനായി വെൽഷ് സർക്കാരും കേരള സർക്കാരും 2024 മാർച്ചിൽ ഒപ്പുവെച്ച ധാരണാപത്രത്തിൽ നിന്നാണ് ഈ നിയമന സംരംഭം രൂപപ്പെട്ടത്. യോഗ്യരായ 250 ആരോഗ്യ സംരക്ഷണ വിദഗ്ധരെ നിയമിക്കുക എന്നതായിരുന്നു പ്രാരംഭ ലക്ഷ്യം. വരും വർഷങ്ങളിൽ കൂടുതൽ നിയമന ശ്രമങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ബ്രിട്ടനും ഇന്ത്യയും തമ്മിലുള്ള ആരോഗ്യ സംരക്ഷണ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി വെൽഷ് ഗവൺമെന്റിന്റെ ആരോഗ്യ ക്യാബിനറ്റ് സെക്രട്ടറി ജെറമി മൈൽസ് എംഎസ് നിലവിൽ ഇന്ത്യയിലാണ്. വെയിൽസിൽ ഉടൻ ജോലി ആരംഭിക്കാൻ പോകുന്ന ജീവനക്കാരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. കൂടാതെ ഇന്ത്യൻ ആരോഗ്യ സംവിധാനത്തെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കുന്നതിനായി ഒരു സർക്കാർ ആശുപത്രി സന്ദർശിക്കും. സെന്റ് ഡേവിഡ്സ് ദിനത്തിന് തൊട്ടു മുമ്പായി മുംബൈയിൽ സമാപന പരിപാടിയോടെ വെയിൽസ് ഇൻ ഇന്ത്യ 2024 പ്രവർത്തന വർഷത്തിന്റെ സമാപനവും ആരോഗ്യ സെക്രട്ടറിയുടെ സന്ദർശനത്തിൽ ഉൾപ്പെടുന്നു. വെയിൽസും ഇന്ത്യയും തമ്മിലുള്ള പൈതൃകം, വിദ്യാഭ്യാസം, കല, കായിക, സാമ്പത്തികം എന്നീ മേഖലകളിലെ ബന്ധങ്ങൾ ആഘോഷിക്കുന്നതിനുള്ള ഒരു വേദിയാണ് ഈ സംരംഭം. അന്താരാഷ്ട്ര റിക്രൂട്ട്മെന്റുകൾ NHSനെ പിന്തുണയ്ക്കുന്നതിൽ കേരളത്തിൽ നിന്നുള്ള നഴ്സുമാരും ഡോക്ടർമാരും നിർണായക പങ്കുവഹിക്കുന്നുവെന്നും വെയിൽസിലെ അവരുടെ അനുഭവം പോസിറ്റീവാണെന്ന് ഉറപ്പാക്കാൻ തങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നും അതോടൊപ്പം അവരുടെ പ്രൊഫഷണൽ വളർച്ചയെ പിന്തുണയ്ക്കുമെന്നും ജെറമി മൈൽസ് പറഞ്ഞു. വിദേശ ബിരുദധാരികൾക്കുള്ള കുടിയേറ്റ നിയമങ്ങൾ കർശനമാക്കാൻ UK സർക്കാർ. നിലവിൽ ബിരുദാനന്തര ബിരുദ ജോലി നേടാതെ തന്നെ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് 2 വർഷം വരെ UK തുടരാം. എന്നാൽ UK വർദ്ധിച്ചുവരുന്ന കുടിയേറ്റക്കാരുടെ എണ്ണം പരിഹരിക്കുന്നതിനായി ബിരുദാനന്തര ബിരുദം ലഭിച്ചില്ലെങ്കിൽ വിദേശ വിദ്യാർത്ഥികളെ UK വിടാൻ നിർബന്ധിതരാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ സർക്കാരിന്റെ വരാനിരിക്കുന്ന ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ അവതരിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിലവിൽ ബിരുദാനന്തര ബിരുദത്തിന് ശേഷം 2 വർഷം വരെ തൊഴിൽ ഉറപ്പിക്കാതെ പോലും UK തുടരാം. കോഴ്സ് പൂർത്തിയാക്കുന്ന ഏതൊരു അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്കും ഗ്രാജുവേറ്റ് വിസ ലഭിക്കും. കൂടാതെ PhD പൂർത്തിയാക്കുന്നവർക്ക് 3 വർഷത്തെ താമസവും അനുവദിക്കുന്നു. മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റിയുടെ കണക്കുകൾ പ്രകാരം UK ഓരോ വർഷവും ഏകദേശം 1,50,000 വിദേശ വിദ്യാർത്ഥികൾക്ക് ബിരുദ വിസകൾ നൽകുന്നു. ഇത് മൊത്തം നെറ്റ് മൈഗ്രേഷന്റെ 10% കാരണമാകുന്നു. ഈ വർഷം ജൂൺ വരെയുള്ള 12 മാസത്തെ ഔദ്യോഗിക ഡേറ്റ കാണിക്കുന്നത് ദീർഘകാല കുടിയേറ്റം രാജ്യം വിടുന്നവരേക്കാൾ 7,28,000 കൂടുതലാണെന്നാണ്. ഇന്ത്യ, നൈജീരിയ, ചൈന, പാകിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള ബിരുദാനന്തര വിദ്യാർത്ഥികളിൽ 1/3 വിദ്യാർത്ഥികൾ കോഴ്സുകൾ പൂർത്തിയാക്കുന്നതിനായി റസൽ ഗ്രൂപ്പ് സർവകലാശാലകളിലാണ്. നിലവിൽ വിദേശ ബിരുദധാരികൾക്ക് യൂണിവേഴ്സിറ്റി പഠനം പൂർത്തിയാക്കിയ ശേഷം ജോലിയില്ലാതെ 2 വർഷം വരെ UK തുടരാൻ കഴിയും. തുടർന്ന് കുറഞ്ഞ വൈദഗ്ധ്യമുള്ള ജോലി കണ്ടെത്തി വർക്ക് വിസയിലേക്ക് മാറിയാൽ അവർക്ക് UK തുടരാം. ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. Q മലയാളം UK ന്യൂസ് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫോളോ ചെയ്യുക.